നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് പൂരം നക്ഷത്രക്കാരുടെ 2025 വർഷഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ 2025 ഡിസംബർ 31 വരെയുള്ള നക്ഷത്രഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ മാസങ്ങളിൽ മുടങ്ങിക്കിടന്നിരുന്ന പല സംരംഭങ്ങളും പുനരാരംഭിക്കുകയും സാമ്പത്തിക നിലയിൽ മെച്ചപ്പെടുകയും മുടങ്ങിയ പെൻഷൻ തുകകൾ കയ്യിൽ വന്നു ചേരുകയും വിദേശത്തു നിന്നുള്ള പണം ലഭിക്കുകയും കരാറുകാർക്ക് കുടിശ്ശിക തുക ലഭിച്ചു തുടങ്ങുകയും പുതിയ വീട് പണിയുവാൻ തുടക്കം കുറിക്കുകയും കുടുംബത്തിൽ സമാധാനവും ഐക്യവും വന്നു ചേരുകയും മനസ്സിന് ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കുവാൻ സാധിക്കും. സ്നേഹിതരിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ അനുകൂലമായുള്ള പല അനുഭവങ്ങളും വന്നു ചേരും. ഓഹരിയിൽ വിജയം കണ്ടെത്തും. വരവിനേക്കാൾ ചിലവ് കൂടുതലായിരിക്കും. പരിഹാരമായി വിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണുവിന് പാൽപ്പായസം നടത്തുന്നതും ഉത്തമമാകുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിൽ കൃഷിക്ക് നഷ്ടമുണ്ടാകുകയും സ്ഥാനമാനങ്ങൾ കൈവരിക്കുകയും പരീക്ഷയിൽ ഉയർന്ന വിജയം കൈവരിക്കുകയും ശത്രുശല്യം വർദ്ധിക്കുകയും മുൻകോപം നിയന്ത്രിക്കുക. വാഹനങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കും. വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവരുടെ ആഗ്രഹം സഫലമാകും. മനസ്സ് വ്യാകുലപ്പെടും. സർക്കാരിൽ നിന്ന് നോട്ടീസുകൾ വരാൻ സാധ്യത ഏറുന്നു. പൊതുരംഗത്ത് ശോഭിക്കും. ബിസിനസ്സിൽ പലവിധ മാറ്റങ്ങൾ കൊണ്ടുവരികയും ഭൂമി ക്രയവിക്രയം ചെയ്യുകയും പതിവിലുമധികം യാത്രകൾ വേണ്ടിവരികയും കുടുംബാന്തരീക്ഷം തൃപ്തികരമായിരിക്കും. പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നത് ഉത്തമമാകുന്നു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ തടസ്സം വരികയും യാത്രകളിൽ വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടുവാൻ സാധ്യത കാണുന്നു. കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരും. കേസുകളിൽ വിജയം കൈവരിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണം സ്വന്തം ഉപയോഗത്തിന് എടുക്കരുത്. ആശുപത്രിവാസം ആവശ്യമായി വരും. ബഹുമതികൾ തേടിയെത്തും. പുതിയ വാഹനയോഗമുണ്ട്. പേരുദോഷം കേൾക്കും. ധനം കണ്ടെത്തുവാൻ ഏതു മാർഗവും സ്വീകരിക്കുവാൻ തയ്യാറാകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ കാലം അനുകൂലമാകുന്നു. പരിഹാരമായി ശിവക്ഷേത്ര ദർശനവും ശിവന് കൂവളമാല സമർപ്പിക്കുന്നതും ഉത്തമമാകുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ അന്യദേശത്ത് ജോലിക്ക് പോകുവാൻ സാധ്യത ഏറുന്നു. പൊതുകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും. കൃഷിയിൽ നിന്നും ആദായം ലഭിക്കും. ഏറ്റെടുത്ത കരാർ ജോലി കൃത്യസമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൂടാതെ വന്നു ചേരുകയും സന്താനഭാഗ്യം ഉണ്ടാകുകയും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കുകയും ലോണുകൾ എടുക്കുകയും ചികിത്സയ്ക്കായി പണം ചെലവഴിക്കുകയും വ്യവസായികൾക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. ചെയ്യുന്ന കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണം. പരിഹാരമായി വ്യാഴാഴ്ച വ്രതമെടുത്ത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുന്നതും ഉത്തമം.